ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ PSC ചങ്ങാതി. ഇന്ന് നമ്മൾ 2011 നടന്ന LDCയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 58/2011. ഒന്നാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഉത്തരം മുംബൈ. അടുത്ത ചോദ്യം, ഇന്ത്യൻ വിപണിയിലെ നാനോ കാർ നിർമ്മാതാവ്? ഉത്തരം ടാറ്റ. അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗാനിമിഡ്. അടുത്ത ചോദ്യം, വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം? ഉത്തരം 1950. അടുത്ത ചോദ്യം, കൂടുകൂട്ടി മുട്ടയിടുന്ന ഒരേ ഒരു പാമ്പ്? ഉത്തരം രാജവെമ്പാല. അടുത്ത ചോദ്യം, ബരാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ച എത്രാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ്? ഉത്തരം 6. അടുത്ത ചോദ്യം, ലോകത്തിൽ ഏറ്റവും അധികം സംസാരിക്കപ്പെടുന്ന ഭാഷ? ഉത്തരം മാൻഡറിൻ. അടുത്ത ചോദ്യം, കാലാവസ്ഥ പ്രവചനം, സമുദ്ര നിരീക്ഷണം എന്നിവയ്ക്കായി 2009 ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം? ഉത്തരം ഓഷ്യൻസാറ്റ് 2. അടുത്ത ചോദ്യം, ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ പ്രൊജക്ട് അഡ്വൈസറായി സ്ഥാനമേറ്റ ആദ്യ വനിത? ഉത്തരം ടെസ്സി തോമസ്. അടുത്ത ചോദ്യം, സുനാമി ദുരന്തം നടന്ന വർഷം? ഉത്തരം 2004 ഡിസംബർ 26. അടുത്ത ചോദ്യം, കൂറുമാറ്റത്തിനുള്ള അയോഗ്യത അവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ? ഉത്തരം 10. അടുത്ത ചോദ്യം, യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതു നാണയം? ഉത്തരം യൂറോ. അടുത്ത ചോദ്യം, BT വഴുതന വിത്ത് വികസിപ്പിച്ചെടുത്ത ബഹുരാഷ്ട്ര കമ്പനി? ഉത്തരം മൊൺസാന്റോ. അടുത്ത ചോദ്യം, മുല്ലപ്പെരിയാർ തർക്ക പരിഹാരത്തിനുള്ള 5-അംഗ സമിതിയിലെ ചെയർമാൻ? ഉത്തരം ജസ്റ്റിസ് AS ആനന്ദ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി? ഉത്തരം വയനാട്. അടുത്ത ചോദ്യം, റാൻ ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത്? ഉത്തരം ദേശീയ സമുദ്ര ഉദ്യാനം. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഉത്തരം എക്സോബയോളജി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം? ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ്? ഉത്തരം കൺകറന്റ് ലിസ്റ്റ്. അടുത്ത ചോദ്യം, സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം JC ബോസ്. അടുത്ത ചോദ്യം, ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി? ഉത്തരം സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ചോദ്യം, അന്റാർട്ടിക്കയിലെ ആദ്യ ഇന്ത്യൻ ഗവേഷണ കേന്ദ്രം? ഉത്തരം ദക്ഷിണ ഗംഗോത്രി. അടുത്ത ചോദ്യം, ബ്രഹ്മോസ് മിസൈൽ ഏതു രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമാണ്?
ഉത്തരം ഇന്ത്യ, റഷ്യ. അടുത്ത ചോദ്യം, ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിദേശി. ഉത്തരം വാറൻ ആൻഡേഴ്സൺ. അടുത്ത ചോദ്യം, 2G സ്പെക്ട്രം ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന JPC അധ്യക്ഷൻ. ഉത്തരം PC ചാക്കോ. അടുത്ത ചോദ്യം, കേരളത്തിലെ നിർദ്ദിഷ്ട സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പാട്ടക്കരാറിൽ ഒപ്പുവെച്ച ടീംകോ CEO. ഉത്തരം അബ്ദുൾ ലത്തീഫ് അൽമുള്ള. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. നിലവില് രേഖാ ശർമ്മയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം. ഉത്തരം ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽകൃത ജില്ലാ കളക്ടറേറ്റ്. ഉത്തരം പാലക്കാട്. അടുത്ത ചോദ്യം, ബോർലോഗ് അവാർഡ് നൽകപ്പെടുന്ന മേഖല. ഉത്തരം കാർഷികം. അടുത്ത ചോദ്യം, കിഴക്കൻ ഏഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത്. ഉത്തരം തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. അടുത്ത ചോദ്യം, വാർത്തകൾ സ്ഥാനം നേടിയ ബുർജ് ഖലീഫ എന്നത്. ഉത്തരം ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ. ഉത്തരം തമിഴ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. ഉത്തരം 2010 ഏപ്രിൽ 1. അടുത്ത ചോദ്യം, ആണവശേഷിയുള്ള ആദ്യ ഇന്ത്യൻ മുങ്ങിക്കപ്പൽ. ഉത്തരം അരിഹിന്ദ്. അടുത്ത ചോദ്യം, കടലിൽ എണ്ണ കലർന്നുണ്ടാകുന്ന മലിനീകരണം തടയാൻ ഉപയോഗിക്കുന്ന ജനിതക ബാക്ടീരിയ. ഉത്തരം സൂപ്പർ ബഗ്. അടുത്ത ചോദ്യം, ലോക തണ്ണീർത്തട ദിനം. ഉത്തരം ഫെബ്രുവരി 2. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനം. ഉത്തരം ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ അണുപ്രശ്നം ഉള്ളതായി ബാർ കണ്ടെത്തിയ സ്ഥലം. ഉത്തരം കരുനാഗപ്പള്ളി. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിലെ ആധുനിക അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം. ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്ന ദിവസം. ഉത്തരം ചിങ്ങം 1. അടുത്ത ചോദ്യം, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ. അടുത്ത ചോദ്യം, ബാരൻ ദ്വീപിന്റെ സവിശേഷത. ഉത്തരം ഇന്ത്യയിലെ സജീവ അഗ്നിപർവ്വതം.